രണ്ടാം കെട്ടുകാരനായിട്ടും ഒരു കുഞ്ഞുണ്ടായിട്ടും ഈ വിവാഹത്തിന് കൃഷ്ണവേണി സമ്മതം മൂളി. സുഖമില്ലാത്ത അച്ഛൻ, പെങ്ങളുടെ പഠനം, തൻ്റെ അധ്യാപനത്തിൽ നിന്നും കിട്ടുന്ന പണം തികയാതെ വന്നപ്പോൾ ആരും അറിയാതെ 15 ലക്ഷം രൂപ വാങ്ങി അവളുടെ ജീവിതം ഹരിനാരായണന് മുമ്പിൽ എറിഞ്ഞുകൊടുത്തു. രജിസ്റ്റർ ബുക്കിലെ ഒപ്പുകൾ ഉണങ്ങുന്നതിന് മുമ്പേ ഹരിനാരായണൻ തൻ്റെ ആഡംബര കാറിലേക്ക് നടന്നു കഴിഞ്ഞിരുന്നു. കൃഷ്ണവേണി വിറയ്ക്കുന്ന കൈകളോടെ തൻ്റെ പഴയ ബാഗ് മുറുകെ പിടിച്ചു. 26 വയസ്സ് വരെ ഒരു സ്കൂൾ ടീച്ചറായി സാധാരണ ജീവിതം നയിച്ച അവൾക്ക് 36കാരനായ ഈ കോടീശ്വരൻ്റെ ജീവിതം ഒരു കടങ്കഥയായിരുന്നു. കാറിൻ്റെ പിൻസീറ്റിലിരിക്കുമ്പോഴും ഹരിനാരായണൻ്റെ ഗാംഭീര്യം അവളെ ഭയപ്പെടുത്തി. 6 അടി പൊക്കവും വിരിഞ്ഞ നെഞ്ചും അധികാരഭാവമുള്ള ആ കണ്ണുകളും. പക്ഷേ ആ കണ്ണുകളിൽ അവൾ കണ്ടത് വെറും പുച്ഛം മാത്രമായിരുന്നു. എൻ്റെ മകൻ സിദ്ധാർത്ഥിന് ഒരു അമ്മയെ വേണം, അല്ലാതെ എനിക്കൊരു ഭാര്യയല്ല. ഈ കരാർ അവസാനിക്കുന്നതുവരെ നീ ഈ വീട്ടിൽ ആ സ്ഥാനത്തുണ്ടാവണം, അത്രമാത്രം. അയാളുടെ വാക്കുകൾ കൃഷ്ണവേണിയുടെ ഹൃദയത്തിൽ തറച്ചു. ഒരു വസ്തുവിനെ വാങ്ങുന്ന ലാഘവത്തോടെയാണ് അയാൾ തന്നെ കാണുന്നത്. ആ വലിയ ബംഗ്ലാവിലെ കിടപ്പുമുറിയിൽ കൃഷ്ണവേണി ഒറ്റയ്ക്കായിരുന്നു. ജനലിലൂടെ വരുന്ന കാറ്റിൽ മുല്ലപ്പൂക്കളുടെ മണം കലർന്നിരുന്നു. പെട്ടെന്നാണ് വാതിൽ തുറന്ന് ഹരിനാരായണൻ അകത്തേക്ക് വന്നത്. അയാളുടെ വിയർപ്പിൻ്റെ മണം ആ മുറിയിലാകെ പടർന്നു. ഒരു നിമിഷം കൃഷ്ണവേണി തൻ്റെ അധ്യാപിക എന്ന പദവിയെല്ലാം മറന്ന് വെറുമൊരു പെണ്ണായി അയാളുടെ മുന്നിൽ നിൽക്കാൻ കൊതിച്ചുപോയി. പക്ഷേ ഹരിനാരായണൻ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ലൈറ്റ് ഓഫ് ചെയ്ത് തിരിഞ്ഞിടന്നു. പാതിരാത്രിയിൽ തണുപ്പ് അരിച്ചിറങ്ങിയപ്പോൾ ഉറക്കത്തിൽ അറിയാതെ കൃഷ്ണവേണിയുടെ കൈ അയാളുടെ ദേഹത്ത് തട്ടി. ഷോക്കേറ്റതുപോലെ അയാൾ ചാടി എഴുന്നേറ്റു. ഇരുട്ടിൽ തിളങ്ങുന്ന ആ കണ്ണുകളിൽ കണ്ടത് ദേഷ്യമായിരുന്നില്ല, അതിനേക്കാൾ ഭയപ്പെടുത്തുന്ന മറ്റെന്തോ ആയിരുന്നു. അയാൾ അവളുടെ കൈ പിടിച്ച് വലിച്ച് കട്ടിൽ നിന്ന് താഴെ തള്ളിയിട്ടു. അതിരുകൾ ലംഘിക്കരുത് കൃഷ്ണവേണി, ഇത് വെറും ഒരു കരാർ മാത്രമാണെന്ന് മറക്കണ്ട. പിറ്റേന്ന് രാവിലെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായാണ് കൃഷ്ണവേണി താഴേക്ക് വന്നത്. അവിടെ സോഫയിലിരുന്ന 5 വയസ്സുകാരൻ സിദ്ധാർത്ഥ് അവളെ കണ്ടതും ഓടി വന്നു. നീയാണോ എൻ്റെ പുതിയ അമ്മ? അവൻ്റെ ആ ചോദ്യം കൃഷ്ണവേണിയുടെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം അലിയിച്ചു കളഞ്ഞു. അമ്മയില്ലാത്ത ആ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ താൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഹരിനാരായണൻ തന്നോട് എത്ര ക്രൂരമായി പെരുമാറിയാലും ഈ കുഞ്ഞിനു വേണ്ടി തനിക്ക് സഹിച്ചേ മതിയാകൂ. ഭക്ഷണമേശയിൽ ഹരിനാരായണൻ ഇരിക്കുമ്പോഴും കൃഷ്ണവേണി അവിടേക്ക് വന്നില്ല. അവൾ സിദ്ധാർത്ഥിനെ കുളിപ്പിക്കുകയും അവനോടൊപ്പം കളിക്കുകയുമായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ ചിരി ആ വലിയ വീട്ടിൽ വർഷങ്ങൾക്ക് ശേഷം മുഴങ്ങിക്കേട്ടു. അകലെ നിന്ന് ഇത് നോക്കി നിന്ന ഹരിനാരായണൻ്റെ ഉള്ളിൽ ഒരു നിമിഷം എന്തോ ഒരു മാറ്റം തോന്നി. പക്ഷേ ഉടനെ തന്നെ പഴയ കൈപ്പേറിയ ഓർമ്മകൾ അയാളെ കീഴ്പ്പെടുത്തി. സ്ത്രീകൾ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, അയാൾ സ്വയം മന്ത്രിച്ചു. വൈകുന്നേരം ഹരിനാരായണൻ്റെ സഹോദരിയും കുടുംബവും അവിടേക്ക് വന്നു. കൃഷ്ണവേണിയെ താഴ്ത്തിക്കെട്ടാൻ അവർ ശ്രമിച്ചപ്പോൾ കൃഷ്ണവേണി മൗനം പാലിച്ചു. എന്നാൽ അവർ സിദ്ധാർത്ഥിനെ വഴക്ക് പറഞ്ഞപ്പോൾ കൃഷ്ണവേണി പ്രതികരിച്ചു. സിദ്ധു എൻ്റെ മകനാണ്, അവനെ വഴക്ക് പറയാൻ ഈ വീട്ടിൽ എനിക്കും ഹരിയേട്ടനും മാത്രമേ അധികാരമുള്ളൂ. കൃഷ്ണവേണിയുടെ ആ ആത്മവിശ്വാസം നിറഞ്ഞ മറുപടി കേട്ട് ഹരിനാരായണൻ സ്തംഭിച്ചുപോയി. ആദ്യമായാണ് ഒരാൾ തൻ്റെ വീട്ടിൽ തൻ്റെ മകനു വേണ്ടി ശബ്ദമുയർത്തുന്നത്. അവളുടെ ആ കണ്ണുകളിൽ കണ്ടത് പഴയ ടീച്ചറുടെ ഗൗരവമല്ല, ഒരു അമ്മയുടെ കരുതലായിരുന്നു. ഹരിയുടെ സഹോദരി പ്രഭയും കുടുംബവും പോയതിനു ശേഷം വീട് വീണ്ടും നിശബ്ദമായി. സിദ്ധുവിനെ ഉറക്കി കൃഷ്ണവേണി ഹാളിലേക്ക് വരുമ്പോൾ ഹരിനാരായണൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കണ്ണുകളിൽ പഴയ പുച്ഛമായിരുന്നില്ല, മറിച്ച് ഒരുതരം ആശയക്കുഴപ്പമായിരുന്നു. നീ എന്തിനാണ് പ്രഭയോട് അങ്ങനെ സംസാരിച്ചത്? ഹരിയുടെ ശബ്ദം താഴ്ന്നതെങ്കിലും ഗൗരവമേറിയതായിരുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഹരിയേട്ടാ? സിദ്ധുവിനെ വേദനിപ്പിക്കാൻ ആരെയും സമ്മതിക്കില്ലെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ്. കൃഷ്ണവേണി ശാന്തമായി മറുപടി നൽകി. ഹരി ഒന്നും മിണ്ടിയില്ല. അവളുടെ ആ ഹരിയേട്ട എന്ന വിളി അയാളുടെ ഉള്ളിൽ എവിടെയോ ഒരു തരിപ്പുണ്ടാക്കി. വർഷങ്ങൾക്ക് ശേഷം ആരെങ്കിലും ഒരാൾ തന്നെ അത്രയും ആത്മാർത്ഥമായി വിളിക്കുന്നത് അയാൾ കേൾക്കുകയാണ്. അടുത്ത ദിവസം സ്കൂളിൽ പോകാതെ സിദ്ധുവിനൊപ്പം സമയം ചെലവഴിക്കാൻ കൃഷ്ണവേണി തീരുമാനിച്ചു. ഹരി ഓഫീസിലേക്ക് പോയ സമയം നോക്കി അവൾ ആ വലിയ വീടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള അടച്ചിട്ട മുറിയിലേക്ക് അവചാരിതമായി എത്തിപ്പെട്ടു. അവിടെ ഹരിയുടെ ആദ്യ ഭാര്യയുടെ വലിയൊരു ചിത്രം തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അവളുടെ പേര് മായ എന്നായിരുന്നു. ചിത്രത്തിലെ മായയുടെ കണ്ണുകളിൽ ഒരുതരം നിഗൂഢത കൃഷ്ണവേണിക്ക് തോന്നി. പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ആരുടെയോ കനത്ത ശ്വാസം അവൾ കേട്ടത്. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണുകളിൽ കനലെരിയുന്ന ഹരിനാരായണൻ. നിന്നോട് ആരാണ് ഈ മുറി തുറക്കാൻ പറഞ്ഞത്? അയാൾ അവളുടെ കൈത്തണ്ടയിൽ ബലമായി പിടിച്ചു. വേദന കൊണ്ട് കൃഷ്ണവേണിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഈ വീട്ടിലെ ഒന്നിനും നീ ഉടമയല്ല കൃഷ്ണവേണി, വെറുമൊരു കരാർ ഒപ്പിട്ട പെണ്ണാണ് നീ. എൻ്റെ ഭൂതകാലത്തിലേക്ക് നിഴൽ വീഴ്ത്താൻ നോക്കിയാ നീ ഈ നിമിഷം പുറത്താകും. ഹരി അവളെ മുറിയിൽ നിന്ന് തള്ളിക്കൊണ്ട് പുറത്തേക്ക് വന്നു. കൃഷ്ണവേണി കരങ്ങിക്കൊണ്ട് തൻ്റെ മുറിയിലേക്ക് ഓടി. അവൾക്ക് തോന്നി താൻ എന്തിനാണ് ഈ നരകത്തിലേക്ക് വന്നതെന്ന്. പണത്തിന് വേണ്ടിയാണോ?
തൻ്റെ ആത്മാഭിമാനം പണയം വെച്ചത്? അവൾ ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങി. ഈ നിമിഷം ഇറങ്ങിപ്പോകണം. കൃഷ്ണവേണി ബാഗുമായി ഇറങ്ങുന്നത് കണ്ട് സിദ്ധു ഓടി വന്ന് അവളുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ചു. അമ്മേ, എന്നെ ഇട്ടിട്ട് പോവല്ലേ. അച്ഛൻ വഴക്ക് പറഞ്ഞിട്ടാണോ? ഞാൻ അച്ഛനോട് പറയാം. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് കൃഷ്ണവേണിയുടെ ഹൃദയം നുറുങ്ങി. അവിടെ നിസ്സഹായനായി നിൽക്കുന്ന ഹരിയെ അവൾ നോക്കി. അയാളുടെ കണ്ണുകളിൽ കുറ്റബോധം നിഴലിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് തുറന്നു പറയാൻ അയാളുടെ അഹങ്കാരം അനുവദിച്ചില്ല. കൃഷ്ണവേണി ബാഗ് താഴെ വെച്ചു. സിദ്ധുവിനെ വഞ്ചിക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. അന്ന് രാത്രി അത്താഴം കഴിക്കുമ്പോൾ ഹരിനാരായണൻ ഒന്നും മിണ്ടിയില്ല. പക്ഷേ അയാൾ ഒരു കവർ കൃഷ്ണവേണിയുടെ മുന്നിലേക്ക് നീട്ടി. അതിൽ സിദ്ധുവിൻ്റെ സ്കൂൾ ഡയറി ആയിരുന്നു. നാളെ സിദ്ധുവിൻ്റെ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ഉണ്ട്, നീ പോകണം. സിദ്ധുവിന് നീ വരുന്നത് വലിയ കാര്യമാണ്. ഹരിയുടെ സ്വരം മുമ്പത്തേക്കാൾ അല്പം മയപ്പെട്ടിരുന്നു. അയാളുടെ ഉള്ളിലെ മഞ്ഞുരുക്കി തുടങ്ങുകയാണോ എന്ന് കൃഷ്ണവേണി അത്ഭുതപ്പെട്ടു. എങ്കിലും അവൾക്കറിയാമായിരുന്നു ഈ യാത്ര അത്ര എളുപ്പമാകില്ലെന്ന്. സിദ്ധുവിനെ ചേർത്ത് പിടിച്ച് അവൾ ആ പുതിയ വെല്ലുവിളി ഏറ്റെടുത്തു. സിദ്ധുവിൻ്റെ സ്കൂളിലെ പാരൻസ് മീറ്റിങ്ങിന് കൃഷ്ണവേണി എത്തിയപ്പോൾ അവിടെയെല്ലാം ആഡംബരത്തിൻ്റെ പ്രദർശനമായിരുന്നു. ഹരിനാരായണൻ്റെ ഭാര്യ എന്ന നിലയിൽ എല്ലാവരും അവളെ ഉറ്റുനോക്കി. എന്നാൽ ചിലർക്കിടയിൽ പരിഹാസ ചിരിയുണ്ടായിരുന്നു. ഇതാണോ ആ പുതിയ കരാർ ഭാര്യ എന്ന അടക്കം പറച്ചിലുകൾ കൃഷ്ണവേണി കേട്ടു. സിദ്ധുവിൻ്റെ ക്ലാസ് ടീച്ചർ അവളെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. സിദ്ധു ഇത്രയും സന്തോഷവനായി ഞാൻ കണ്ടിട്ടില്ല. മാഡം വന്നതിൽ പിന്നെ അവൻ പഠനത്തിലും മിടുക്കനായി. ഈ വാക്കുകൾ കൃഷ്ണവേണിയുടെ കണ്ണുകളെ ഈറനണിയിച്ചു. തൻ്റെ സ്നേഹം വെറുതെ ആകുന്നില്ല എന്നവൾ തിരിച്ചറിഞ്ഞു. തിരികെ വീട്ടിലെത്തിയ കൃഷ്ണവേണിയെ വരവേറ്റത് ഹരിയുടെ ബിസിനസ് പങ്കാളിയായ വിക്രമാണ്. വിക്രമിൻ്റെ നോട്ടത്തിൽ എന്തോ ഒരു പന്തികേട് കൃഷ്ണവേണിക്ക് തോന്നി. ഹരി ഇല്ലാത്ത സമയത്ത് അയാൾ അവളോട് അനാവശ്യമായി അടുക്കാൻ ശ്രമിച്ചു. ഹരിക്ക് സ്ത്രീകളെ വെറുപ്പാണ് കൃഷ്ണവേണി. നീ വെറുമൊരു കളിപ്പാവം മാത്രമാണ് അവന്, സൂക്ഷിച്ചോ. വിക്രമിൻ്റെ വാക്കുകൾ കേട്ട് കൃഷ്ണവേണി വിറച്ചുപോയി. പക്ഷേ അവൾ ധൈര്യം സംഭരിച്ചു. ഞാൻ ആരാണെന്ന് തീരുമാനിക്കാൻ ഹരിയേട്ടൻ അറിയാം. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം, അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. വൈകുന്നേരം ഹരി വന്നപ്പോൾ വിക്രമുമായുള്ള തർക്കത്തെക്കുറിച്ച് കൃഷ്ണവേണി ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഹരിയുടെ പെരുമാറ്റത്തിൽ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അയാൾ മുമ്പത്തെ പോലെ അവളെ തള്ളിക്കളയുന്നില്ല. അത്താഴത്തിനു ശേഷം അയാൾ അവൾക്കായി ഒരു ചെറിയ സമ്മാനം നൽകി. അതൊരു മനോഹരമായ പേനയായിരുന്നു. നീ ഒരു ടീച്ചറല്ലേ, നിനക്കിത് വേണമെന്ന് തോന്നി. ഹരിയുടെ വാക്കുകൾ കേട്ട് കൃഷ്ണവേണി അത്ഭുതപ്പെട്ടു. അയാൾ തന്നെ ഒരു വ്യക്തിയായി പരിഗണിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ആ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. അന്ന് രാത്രി ഹരിയുടെ മുറിയിൽ നിന്ന് ഒരു നിലവിളി കേട്ടാണ് കൃഷ്ണവേണി ഉണർന്നത്. അവൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഹരി വിയർത്ത് കുളിച്ച് ഉറക്കത്തിൽ എന്തൊക്കെയോ പുലമ്പുകയായിരുന്നു. മായ, വേണ്ട, എന്നെ വിട്ടു പോവല്ലേ. അയാൾ ഒരു പേടി സ്വപ്നം കാണുകയായിരുന്നു. കൃഷ്ണവേണി ഓടിച്ചെന്ന് അയാളെ തട്ടിയുണർത്തി. കണ്ണു തുറന്ന ഹരി ഭയത്തോടെ അവളെ കെട്ടിപ്പിടിച്ചു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അയാൾ അവളുടെ തോളിൽ കിടന്നു വിറച്ചു. ആ നിമിഷം കൃഷ്ണവേണി തിരിച്ചറിഞ്ഞു, ഈ പരുക്കൻ സ്വഭാവത്തിന് പിന്നിൽ തകർന്നുപോയൊരു മനുഷ്യനുണ്ടെന്ന്. ഹരി ഉറങ്ങിയതിനു ശേഷം കൃഷ്ണവേണി ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തറയിൽ വീണുകിടക്കുന്ന ഒരു പഴയ ഡയറി കണ്ടു. അത് ഹരിയുടെ ആദ്യ ഭാര്യ മായയുടേതായിരുന്നു. ആകാംക്ഷയോടെ അവളത് തുറന്നു. അതിലെ ആദ്യത്തെ താളിൽ എഴുതിയിരിക്കുന്ന വരികൾ കൃഷ്ണവേണിയെ ഞെട്ടിച്ചു. ഹരിക്ക് എന്നെ അറിയില്ല. എൻ്റെ ഈ മുഖം ഒരു അഭിനയം മാത്രമാണ്. ഹരി വിശ്വസിച്ചിരുന്നത് പോലെ മായ ഒരു പാവമായിരുന്നില്ല എന്ന് കൃഷ്ണവേണിക്ക് മനസ്സിലായി. എന്നാൽ ബാക്കി വായിക്കുന്നതിന് മുമ്പേ ആരോ വാതിൽ മുട്ടി. നോക്കിയപ്പോൾ വാതിൽക്കൽ നിൽക്കുന്നത് ഹരിയുടെ വിശ്വസ്തനായ പഴയ ഡ്രൈവർ ഭാസ്കരൻ നായർ. മോളെ, ആ ഡയറി അവിടെ തന്നെ വെച്ചേക്ക്. അത് ഹരിസാറ് കണ്ട വലിയ പ്രശ്നമാകും. പഴയ മുറിവുകൾ ഉണക്കാൻ അയാൾ ശ്രമിക്കുമ്പോൾ നീ അത് കുത്തി തുറക്കരുത്. ഭാസ്കരൻ നായരുടെ വാക്കുകളിൽ ഒരുതരം ഭയമുണ്ടായിരുന്നു. കൃഷ്ണവേണി ആ ഡയറി തിരികെ വെച്ചു. പക്ഷേ അവളുടെ മനസ്സിൽ ഒരു ചോദ്യം അവശേഷിച്ചു. മായയ്ക്ക് യഥാർത്ഥത്തിൽ എന്തുപറ്റി? അവൾ ഹരിയെ വഞ്ചിക്കുകയായിരുന്നോ? അടുത്ത ദിവസം ഓഫീസിൽ വെച്ച് വിക്രം ഹരിയോടൊരു കള്ളം പറഞ്ഞു. ഹരി, നിന്റെ പുതിയ ഭാര്യ അത്ര നല്ല കുട്ടിയല്ല. ഇന്നലെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ അവൾ എന്നോട് അനാവശ്യമായി സംസാരിക്കാൻ ശ്രമിച്ചു. ഹരി ആദ്യം അത് വിശ്വസിച്ചില്ലെങ്കിലും വിക്രം കാണിച്ച എഡിറ്റ് ചെയ്ത ഒരു വോയിസ് റെക്കോർഡിംഗ് ഹരിയെ പ്രകോപിപ്പിച്ചു. തൻ്റെ പഴയകാലം ആവർത്തിക്കുകയാണോ എന്ന് അയാൾ ഭയന്നു. വൈകുന്നേരം വീട്ടിലെത്തിയ ഹരിയുടെ ഭാവം വീണ്ടും മാറി. അയാൾ കൃഷ്ണവേണിയോട് അകാരണമായി തട്ടിക്കയറി. ഹരിയുടെ പെരുമാറ്റം സഹിക്കാൻ വയ്യാതെ കൃഷ്ണവേണി അടുക്കളയിലിരുന്ന് കരയുകയായിരുന്നു. ഇത് കണ്ട സിദ്ധു ഓടി വന്ന് അവളുടെ കണ്ണുനീർ തുടച്ചു. അമ്മ, എന്തിനാ കരയുന്നത്? അച്ഛൻ വാക്ക് പറഞ്ഞോ? സിദ്ധുവിൻ്റെ ആ ചോദ്യം ഹരിയുടെ കാതുകളിലും പതിച്ചു. താൻ ആ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ചാണ് കൃഷ്ണവേണിയെ അപമാനിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായി. വിക്രമിൻ്റെ വാക്കുകൾ സത്യമാണോ അതോ ഈ പെണ്ണിൻ്റെ കണ്ണുനീർ സത്യമാണോ എന്ന് അയാൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അന്ന് രാത്രി കൃഷ്ണവേണി ഹരിയുടെ മുറിയിലേക്ക് ചെന്നു. ഹരിയേട്ടാ,
നിങ്ങളെന്നെ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ വിക്രം പറഞ്ഞത് കള്ളമാണ്. അയാളെന്നെ അപമാനിക്കാൻ നോക്കിയപ്പോൾ ഞാൻ പ്രതികരിക്കുകയാണ് ചെയ്തത്. അവളുടെ ആ ഉറച്ച സ്വരം ഹരിയെ ചിന്തിപ്പിച്ചു. അയാൾ തൻ്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചു. സത്യം തിരിച്ചറിഞ്ഞ ഹരി പകച്ചുപോയി. വിക്രം തന്നെ ചതിക്കുകയായിരുന്നു. കൃഷ്ണവേണി നിരപരാധിയാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഹരി കൃഷ്ണവേണിയുടെ അടുത്തേക്ക് ചെന്നു. മാപ്പ് ചോദിക്കാൻ അറിയാത്ത ആ മനുഷ്യൻ അവളുടെ കയ്യിൽ പതുക്കെ പിടിച്ചു. വിക്രം ചെയ്തത് ഞാൻ അറിഞ്ഞു. സോറി. ആ ഒരു വാക്ക് കൃഷ്ണവേണിയുടെ എല്ലാ സങ്കടങ്ങളും മായ്ച്ചു കളഞ്ഞു. അയാൾ അവളെ ആദ്യമായി ചേർത്ത് പിടിച്ചു. ആ വലിയ ബംഗ്ലാവിലെ തണുപ്പിൽ അവർക്കിടയിലെ കരാറിൻ്റെ മതിലുകൾ പതിയെ തകർന്നു വീഴുകയായിരുന്നു. ഹരിയുടെ ആ സോറി അവരുടെ ജീവിതത്തിലെ ഒരു വലിയ മഞ്ഞുരുകലിൻ്റെ തുടക്കമായിരുന്നു. കൃഷ്ണവേണിക്ക് ഹരിയുടെ ഉള്ളിലെ ആ പഴയ പാവ മനുഷ്യനെ അവിടെ കാണാൻ കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ കൃഷ്ണവേണി ഉണർന്നത് തന്നെ ഒരു പ്രത്യേക സന്തോഷത്തോടെയായിരുന്നു. ഹരി ഓഫീസിൽ പോകുന്നതിന് മുമ്പ് അവൾ തയ്യാറാക്കിയ പ്രഭാത ഭക്ഷണം കഴിക്കായിരുന്നു. സിദ്ധുവിനെ ഒരു വിനോദയാത്രയ്ക്ക് കൊണ്ടുപോകാമെന്ന് ഹരി സമ്മതിച്ചപ്പോൾ ആ വീട് മൊത്ത സന്തോഷത്തിലായി. നമുക്ക് വയനാട്ടിലേക്ക് പോകാം. സിദ്ധുവിന് കാട് കാണാൻ ഇഷ്ടമല്ലേ? ഹരി ചോദിച്ചപ്പോൾ കൃഷ്ണവേണി വിശ്വസിക്കാനാവാതെ അയാളെ നോക്കി. കരാർ വിവാഹം ഒരു യഥാർത്ഥ കുടുംബമായി മാറുന്നത് അവൾ തിരിച്ചറിഞ്ഞു. വയനാട്ടിലേക്കുള്ള യാത്രക്കിടയിൽ അവർ കാറിൽ പാട്ടുകൾ കേട്ടും കഥകൾ പറഞ്ഞുമാണ് പോയത്. എന്നാൽ ഒരു പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തിയപ്പോൾ ഹരിയുടെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം വന്നു. നിന്റെ സന്തോഷം അധികം നീളില്ല ഹരി. മായയുടെ മരണത്തിന് ഉത്തരവാദി നീയാണെന്ന് ലോകം അറിയാൻ പോകുന്നു. ഹരിയുടെ മുഖം പെട്ടെന്ന് വിളറി വെളുത്തു. അയാൾ വണ്ടിയിൽ തിരിച്ചെത്തിയപ്പോൾ കൃഷ്ണവേണി അത് ശ്രദ്ധിച്ചു. പക്ഷേ അവളോട് അയാൾ ഒന്നും പറഞ്ഞില്ല. രാത്രി റിസോർട്ടിലെത്തിയപ്പോൾ ഹരി വല്ലാതെ അസ്വസ്ഥനായിരുന്നു. അയാൾ സിദ്ധുവിനെ ഉറക്കിക്കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി. കൃഷ്ണവേണി അയാളെ പിന്തുടർന്നു. റിസോർട്ടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ദൂരേക്ക് നോക്കി നിൽക്കുന്ന ഹരിയുടെ അരികിലേക്ക് അവൾ ചെന്നു. ഹരിയേട്ടാ, എന്താണ് പറ്റിയത്? ആ മെസ്സേജ് കണ്ടത് മുതൽ നിങ്ങളെ പഴയ പരുക്ക സ്വഭാവത്തിലേക്ക് മാറുന്നത് ഞാൻ കാണുന്നുണ്ട്. ഹരി ഒരു ദീർഘശ്വാസം വിട്ടു. കൃഷ്ണവേണി, മായ മരിച്ചത് ഒരു ആക്സിഡൻറ്റിലായിരുന്നു എന്നാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ സത്യം അതല്ല. ഹരി ആ സത്യം ആദ്യമായി ഒരാളോട് തുറന്നു പറയാൻ തീരുമാനിച്ചു. മായയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നു. അത് വിക്രമായിരുന്നു. അവൻ അവളെ ഉപയോഗിക്കുകയായിരുന്നു. അവർ തമ്മിലുള്ള വഴക്കിനിടയിലാണ് മായ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണത്. ഞാനത് കണ്ടു. പക്ഷേ സിദ്ധുവിനെ ഓർത്ത് ഞാനത് പുറത്ത് പറഞ്ഞില്ല. വിക്രം അത് വെച്ചിപ്പോൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. കൃഷ്ണവേണി ഞെട്ടിപ്പോയി. ഹരി ഇത്രയും കാലം ചുമന്നിരുന്ന ആ ഭാരം എത്ര വലുതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ അയാളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്കിതിനെ ഒരുമിച്ച് നേരിടാം. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് ആ മുറിയുടെ ലൈറ്റുകൾ അണഞ്ഞു. ദൂരെ നിന്ന് ഒരു കാറ് വരുന്നത് അവർ കണ്ടു. അതിൽ നിന്ന് ഇറങ്ങിയത് വിക്രമായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. ഹരി, നീ വിചാരിച്ചോ ആ ടീച്ചർ പെണ്ണിനെ കൂട്ടി ഇവിടെ വന്ന് സുഖമായിട്ട് കഴിയാന്ന്? മായയുടെ കേസിൽ നീ അകത്താവാൻ പോവുകയാണ്, വിക്രം ആക്രോശിച്ചു. ഭയന്നുപോയ കൃഷ്ണവേണി സിദ്ധുവിൻ്റെ മുറിയിലേക്ക് ഓടി. എന്നാൽ അവിടെ സിദ്ധുവിനെ കണ്ടില്ല. സിദ്ധുവിനെ ആരോ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. സിദ്ധുവിനെ കാണാതായതോടെ ആ റിസോർട്ടിലെ അന്തരീക്ഷം ഭയാനകമായി മാറി. ഹരി തകർന്നുപോയി. തൻ്റെ എല്ലാമായിരുന്ന മകനെ നഷ്ടപ്പെടുന്ന ഭയം അയാളെ തളർത്തി. എന്നാൽ ഈ സമയം കൃഷ്ണവേണി തൻ്റെ ഉള്ളിലെ ഭയത്തെ അടക്കി നിർത്തി ധീരമായി ചിന്തിച്ചു. വിക്രം ചിരിച്ചുകൊണ്ട് ഹരിയുടെ മുന്നിലേക്ക് വന്നു. സിദ്ധുവിനെ ഓർത്ത് പേടിക്കേണ്ട ഹരി, അവൻ സുരക്ഷിതനാണ്. പക്ഷേ നീ കുറ്റസമ്മതപത്രത്തിൽ ഒപ്പിടണം. മായ കൊന്നത് നീയാണെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. നിന്റെ സ്വത്തുക്കൾ എനിക്ക് വേണം, അല്ലെങ്കിൽ നിന്റെ മകന് നിനക്ക് നഷ്ടമാകും. ഹരി ഒപ്പിടാൻ തയ്യാറായി പേനയെടുത്തു. പക്ഷേ കൃഷ്ണവേണി അയാളുടെ കൈ തടഞ്ഞു. വേണ്ട ഹരിയേട്ടാ, ഒപ്പിടരുത്. സിദ്ധു ഈ റിസോർട്ടിൽ തന്നെയുണ്ട്, എനിക്ക് ഉറപ്പാണ്. ടീച്ചറായ കൃഷ്ണവേണി സിദ്ധുവിനെ എപ്പോഴും നിരീക്ഷിക്കാറുണ്ടായിരുന്നു. അവന് ഇരുട്ടിന് പേടിയാണെന്നും പേടി തോന്നുമ്പോൾ അവൻ എവിടെയോ ഒളിക്കുമെന്നും അവൾക്കറിയാം. വിക്രമിൻ്റെ ആളുകൾ അവനെ കൊണ്ടുപോകുന്നത് കണ്ടവരാരുമില്ല. അവൾ റിസോർട്ടിലെ കളിസ്ഥലത്തിനടുത്തുള്ള പഴയ സ്റ്റോർ റൂമിലേക്ക് ഓടി. അവിടെ കൈകാലുകൾ കെട്ടിയിട്ട നിലയിൽ സിദ്ധുവിനെ അവൾ കണ്ടെത്തി. വിക്രമിൻ്റെ ഒരു ഗുണ്ട അവിടെ കാവലുണ്ടായിരുന്നു. കൃഷ്ണവേണി അവിടെ ഉണ്ടായിരുന്ന ഒരു ഭാരമുള്ള ഫ്ലവർ വേസ് എടുത്ത് അയാളുടെ തലക്കടിച്ചു. സിദ്ധുവിനെ മോചിപ്പിച്ച് അവൾ ഹരിയുടെ അടുത്തേക്ക് ഓടി. സിദ്ധുവിനെ സുരക്ഷിതമായി കണ്ടതോടെ ഹരിക്ക് പുതിയൊരു ഊർജം കിട്ടി. അയാൾ വിക്രമിനെ നേരിട്ടു. ഇത്രയും കാലം എൻ്റെ മകനെ ഓർത്ത് ഞാൻ നിശബ്ദനായി, ഇനി വേണ്ട. ഹരിയും വിക്രമും തമ്മിൽ കയ്യാങ്കളിയായി. ഇതിനിടയിൽ കൃഷ്ണവേണി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു. അവൾ വിക്രം പറഞ്ഞ കാര്യങ്ങളെല്ലാം തൻ്റെ ഫോണിൽ രഹസ്യമായി റെക്കോർഡ് ചെയ്തിരുന്നു. പോലീസ് എത്തിയതോടെ വിക്രം കുടുങ്ങി. മായയുടെ മരണത്തിലെ സത്യം പുറംലോകം അറിഞ്ഞു. എല്ലാം ശാന്തമായപ്പോൾ അവർ തിരികെ വീട്ടിലെത്തി. ഹരി ഹാളിലെ വലിയ സോഫയിൽ സിദ്ധുവിനെ മടിയിൽ കിടത്തി ഉറക്കുകയായിരുന്നു. കൃഷ്ണവേണി അവിടെ വന്നു. ഹരിയേട്ടാ, കരാർ കാലാവധി തീരാറായി.
ഞാൻ പോകാൻ തയ്യാറാണ്. ഹരി എഴുന്നേറ്റ് വന്ന് അവളുടെ മുന്നിൽ നിന്നു. അയാളുടെ കണ്ണുകളിൽ ആദ്യമായി പ്രണയം നിറഞ്ഞു. ആ കരാർ പേപ്പർ ഞാൻ എന്നേ കീറിക്കളഞ്ഞു കൃഷ്ണവേണി. നീ എൻ്റെ വെറുമൊരു കരാർ ഭാര്യയല്ല, എൻ്റെ സിദ്ധുവിൻ്റെ അമ്മയും എൻ്റെ ജീവനുമാണ്. എന്നെ വിട്ടു പോകരുത്. ഹരി കൃഷ്ണവേണിയെ ചേർത്ത് പിടിച്ചു. ആ വലിയ ബംഗ്ലാവിൽ സന്തോഷം തിരതല്ലി. പക്ഷേ വിക്രം ജയിലിൽ പോയെങ്കിലും അയാളുടെ കൂട്ടാളികൾ ശാന്തരായിരുന്നില്ല. ഹരിയുടെ സ്വത്തുക്കൾ ലക്ഷ്യം വെച്ചുള്ള പുതിയൊരു ശത്രു നിഴലിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഹരിയുടെ ബിസിനസ് തകർക്കാൻ അവർ കൃഷ്ണവേണിയുടെ പഴയ കാലത്തെ ഒരു രഹസ്യം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. കൃഷ്ണവേണി പോലും മറക്കാൻ ആഗ്രഹിച്ച ആ രഹസ്യം എന്താണ്? സന്തോഷം പെയ്തിറങ്ങിയ ആ ബംഗ്ലാവിൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് കൃഷ്ണവേണിയുടെ ഭൂതകാലം പടിവാതിൽക്കൽ എത്തുകയാണ്. വിക്രമിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഹരിയും കൃഷ്ണവേണിയും കൂടുതൽ അടുത്തു. എന്നാൽ ഒരു ദിവസം കൃഷ്ണവേണിയുടെ ഫോണിലേക്ക് പഴയൊരു നമ്പറിൽ നിന്ന് കോൾ വന്നു. അത് കണ്ടതും അവളുടെ മുഖത്തെ ചോരയെല്ലാം ഒലിച്ചുപോയി. ആ പഴയ ശബ്ദം അവൾ കേട്ടു. കൃഷ്ണവേണി, നീ ഒരു വലിയ കോടീശ്വരൻ്റെ ഭാര്യയായി സുഖമായി കഴിയുകയാണെന്ന് അറിഞ്ഞു. പക്ഷേ നിന്റെ പഴയ ആ സംഭവം അയാൾ അറിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതവളുടെ പഴയ ബന്ധുവായ ശേഖരനായിരുന്നു. കൃഷ്ണവേണിയുടെ പിതാവിൻ്റെ മരണശേഷം അവരുടെ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ച ക്രൂരൻ. ഹരിയുടെ ഓഫീസിലേക്ക് അജ്ഞാതമായൊരു കൊറിയർ എത്തി. അതിൽ കൃഷ്ണവേണി പണ്ട് ഒരു പോലീസ് കേസിൽ പ്രതിയായിരുന്നു എന്ന തരത്തിലുള്ള വ്യാജരേഖകളായിരുന്നു. സത്യത്തിൽ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരനായ ശേഖരനെതിരെ അവൾ നൽകിയ പരാതി തിരിച്ചടിച്ച് അവൾക്കെതിരെ കേസായതായിരുന്നു അത്. ഹരി ആ രേഖകൾ നോക്കുന്നത് കൃഷ്ണവേണി കണ്ടു. അവൾക്ക് സത്യം തുറന്നു പറയാൻ പേടിയായിരുന്നു. തൻ്റെ പവിത്രമായ ഈ ബന്ധം തകരുമോ എന്നവൾ ഭയന്നു. അവളുടെ ഈ പരിഭ്രമം ഹരിയിൽ ചെറിയ സംശയങ്ങളുണ്ടാക്കി. ഒരു ദിവസം ഹരിയില്ലാത്ത സമയം നോക്കി ശേഖരൻ വീട്ടിലെത്തി. അയാൾ കൃഷ്ണവേണിയെ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടു. 10 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ നിന്റെ പുതിയ ജീവിതം ഞാൻ തകർക്കും. കൃഷ്ണവേണി തളർന്നു പോയില്ല. എനിക്ക് ഹരിയേട്ടൻ വിശ്വാസമാണ്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ശേഖരൻ പുറത്തിറങ്ങുമ്പോൾ കണ്ടത് കാറിൽ വന്നിറങ്ങുന്ന ഹരിയെയാണ്. ഹരിയെ കണ്ടതും ശേഖരൻ അഭിനയിക്കാൻ തുടങ്ങി. അയ്യോ മോളെ, നീ എന്നെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കരുത് എന്ന് അയാൾ നിലവിളിച്ചു. ശേഖരൻ പറഞ്ഞ നുണകൾ ഹരി കേട്ടു. തൻ്റെ ഭാര്യ ഒരു വൃദ്ധനായ ബന്ധുവിനോട് മോശമായി പെരുമാറുന്നത് അയാൾക്ക് സഹിക്കാനായില്ല. രാത്രി ഹരി കൃഷ്ണവേണിയോട് സംസാരിച്ചില്ല. അയാൾ പഴയ ആ പരുക്കൻ സ്വഭാവത്തിലേക്ക് തിരികെ പോകുന്നതായി അവൾക്ക് തോന്നി. കൃഷ്ണവേണി, നിനക്ക് എന്നോട് എന്തെങ്കിലും മറച്ചു വെക്കാനുണ്ടോ? ഹരിയുടെ ചോദ്യം കേട്ട് അവൾ തകർന്നുപോയി. അവൾ സത്യം പറയാൻ ശ്രമിച്ചെങ്കിലും വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി. ശേഖരൻ ഹരിയുടെ ബിസിനസ് എതിരാളികളുമായി കൈകോർത്തു. കൃഷ്ണവേണിയുടെ പേരിലുള്ള ഒരു വ്യാജ ഒപ്പ് ഉപയോഗിച്ച് ഹരിയുടെ കമ്പനിയുടെ രഹസ്യങ്ങൾ ചോർത്താൻ അവർ ശ്രമിച്ചു. പോലീസ് ഹരിയുടെ ഓഫീസിൽ എത്തുമ്പോൾ ആ രേഖകളിൽ കൃഷ്ണവേണിയുടെ ഒപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഹരി അവിശ്വസനീയതയോടെ ആ പേപ്പറുകൾ നോക്കി. കൃഷ്ണവേണി തന്നെ ചതിക്കുകയാണോ? അതോ അവൾ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയതാണോ? ഹരിയും കൃഷ്ണവേണിയും തമ്മിലുള്ള വിശ്വാസം വീണ്ടും ഒരു അഗ്നിപരീക്ഷയെ നേരിടുകയായിരുന്നു. ഓഫീസിൽ പോലീസിനെ കണ്ടപ്പോൾ കൃഷ്ണവേണി തളർന്നുപോയി. തൻ്റെ ഒപ്പ് ആ പേപ്പറുകളിൽ എങ്ങനെ വന്നു എന്ന് അവൾക്ക് ചിന്തിക്കാൻ പോലുമായില്ല. മിസ്സിസ് ഹരിനാരായണൻ, ഈ രേഖകൾ പ്രകാരം കമ്പനിയുടെ കോൺഫിഡൻഷ്യൽ ഡേറ്റ നിങ്ങൾ വിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളോടൊപ്പം സ്റ്റേഷനിലേക്ക് വരണം. ഇൻസ്പെക്ടർ കർശനമായി പറഞ്ഞു. ഹരി ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. അവൻ്റെ മൗനം കൃഷ്ണവേണിയെ കൊന്നുകളയുന്നതിന് തുല്യമായിരുന്നു. അവൾ അവസാനമായി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പക്ഷെ അവിടെ ശൂന്യത മാത്രമായിരുന്നു. കൃഷ്ണവേണിയെ പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഹരി തൻ്റെ ക്യാബിനിലെ ചില്ലുപാത്രം അടിച്ചു തകർത്തു. അവൾ തന്നെ ചതിക്കില്ലെന്ന് അവൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ തെളിവുകൾ അവൾക്കെതിരായിരുന്നു. ഹരി ഉടൻ തന്നെ തൻ്റെ പേഴ്സണൽ ഇൻവെസ്റ്റിഗേറ്ററെ വിളിച്ചു. എനിക്ക് ശേഖറിൻ്റെ കഴിഞ്ഞ 48 മണിക്കൂർ നേരത്തെ എല്ലാ മൂവ്മെൻറ്റ്സും വേണം. കൃഷ്ണവേണിയുടെ ഒപ്പ് എവിടെ വെച്ച് വ്യാജമായി ഉണ്ടാക്കിയെന്ന് എനിക്ക് അറിഞ്ഞേ തീരൂ. ഹരിയുടെ ശബ്ദം മുഴങ്ങി. തൻ്റെ ഭാര്യയെ തൊട്ടവനെ വെറുതെ വിടാൻ അയാൾ ഉദ്ദേശിച്ചിരുന്നില്ല. ജയിൽ മുറിയുടെ അഴിക്കുള്ളിൽ കൃഷ്ണവേണി തകർന്നിരുന്നു. സിദ്ധുവിനെ ഓർത്ത് അവൾ വിതുമ്പി. എന്നാൽ അവളെ കാണാൻ അപ്രതീക്ഷിതമായി അവിടെ ഒരാളെത്തി. ശേഖരൻ. കണ്ടു മോളെ, നിന്റെ ആ കോടീശ്വരൻ ഭർത്താവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അച്ഛൻ ബാക്കി വെച്ച ആ തറവാട് വീട് എനിക്ക് വേണം. എങ്കിൽ നിന്നെ ഞാൻ ഇതിൽ നിന്നും രക്ഷിക്കാം. ശേഖരൻ്റെ ക്രൂരമായ ചിരി ആ മുറിയിൽ മുഴങ്ങി. പക്ഷേ കൃഷ്ണവേണി അയാളുടെ മുഖത്ത് തുപ്പി. ഹരിയുടെ ഇൻവെസ്റ്റിഗേറ്റർ ഒരു CCTV ദൃശ്യം കണ്ടെത്തി. ഹരി വീട്ടിലില്ലാത്ത നേരത്ത് കൃഷ്ണവേണിക്ക് ഒരു കൊറിയർ വന്നതും സിദ്ധുവിനെ കാണിച്ച് പേടിപ്പിച്ച് ശേഖരൻ ചില പേപ്പറുകളിൽ അവളെ ഒപ്പ് വാങ്ങുന്നതും അതിൽ വ്യക്തമായിരുന്നു. ഹരിക്ക് അത് കണ്ടപ്പോൾ തൻ്റെ മൗനത്തെ ഓർത്ത് കുറ്റബോധം തോന്നി. അയാൾ ഉടൻ തന്നെ വക്കീലിനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് പാഞ്ഞു. ശേഖരൻ അവിടെയുണ്ടെന്ന് അറിഞ്ഞതോടെ ഹരിയുടെ ദേഷ്യം അതിരുകടന്നു. സ്റ്റേഷനിൽ വെച്ച് ഹരി ശേഖരൻ്റെ കോളറിന് കുത്തിപ്പിടിച്ചു. എൻ്റെ ഭാര്യയുടെയും മകൻ്റെയും ജീവിതം വെച്ച് കളിക്കാൻ വന്ന നിന്നെ ഞാൻ ജീവനോടെ വിടില്ല. ഹരി പോലീസിന് തെളിവുകൾ കൈമാറി. ശേഖരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലോക്കപ്പിൽ നിന്ന് പുറത്തിറങ്ങിയ കൃഷ്ണവേണിയുടെ അരികിലേക്ക് ഹരി ചെന്നു. അവളുടെ കണ്ണുനീർ കണ്ടപ്പോൾ അയാൾക്ക് സ്വയം വെറുപ്പ് തോന്നി.
വേണി, എന്നോട് ക്ഷമിക്കണം. നിന്നെ വിശ്വസിക്കാൻ എനിക്ക് ഒരു നിമിഷം വൈകിപ്പോയി. ഹരി അവളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചേർത്ത് പിടിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലെത്തിയ കൃഷ്ണവേണി ആരോടും ഒന്നും സംസാരിച്ചില്ല. ഹരിയുടെ മാപ്പിനേക്കാൾ ഉപരിയായി തന്നെ ഒരു നിമിഷം അയാൾ സംശയിച്ചല്ലോ എന്ന വേദനയായിരുന്നു അവൾക്ക്. സിദ്ധുവിനെ കെട്ടിപ്പിടിച്ച് അവൾ ആ രാത്രി മുഴുവൻ കരഞ്ഞു. പിറ്റേന്ന് രാവിലെ ഹരി കാണുന്നത് കൃഷ്ണവേണി തൻ്റെ ബാഗ് പാക്ക് ചെയ്യുന്നതാണ്. എങ്ങോട്ടാണ് വേണി? ഹരിയുടെ ശബ്ദത്തിൽ വിറയലുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ദിവസം മാറി നിൽക്കണം ഹരിയേട്ടാ. ഈ വീടും ഈ ആഡംബരവും എനിക്ക് ശ്വാസം മുട്ടിക്കുന്നു. എന്നെ വിശ്വസിക്കാത്ത ഒരാളുടെ കൂടെ ഒരു നിഴലായി കഴിയാൻ എനിക്ക് കഴിയില്ല. കൃഷ്ണവേണി പോകുന്നത് കണ്ട് സിദ്ധു വീണ്ടും നിശബ്ദനായി. അവൻ ഭക്ഷണം കഴിക്കാനോ കളിക്കാനോ തയ്യാറായില്ല. ഇത് കണ്ട് ഹരി ആകെ തകർന്നുപോയി. തൻ്റെ അഹങ്കാരം കാരണം തനിക്ക് എല്ലാം നഷ്ടപ്പെടുകയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. കൃഷ്ണവേണി അവളുടെ പഴയ തറവാട് വീട്ടിലേക്ക് പോയി. അവിടെ അവർ പഴയ സ്കൂളിൽ വീണ്ടും ടീച്ചറായി ജോലിക്ക് കയറി. ഹരിയുടെ പണമോ പദവിയോ ഇല്ലാത്ത സമാധാനമുള്ള തൻ്റെ പഴയ ജീവിതത്തിലേക്ക് അവൾ മടങ്ങിപ്പോയി. ഹരി ദിവസവും കൃഷ്ണവേണിയുടെ സ്കൂളിൽ മുന്നിൽ പോയി നിൽക്കും. അവളോട് സംസാരിക്കാൻ ധൈര്യമില്ലാതെ അകലെ നിന്ന് നോക്കി നിൽക്കുന്ന ആ കോടീശ്വരനെ കണ്ട് നാട്ടുകാർ അത്ഭുതപ്പെട്ടു. ഒരു ദിവസം കനത്ത മഴയത്ത് ഹരി കാത്തു നിൽക്കുമ്പോൾ അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്തിനാണ് ഹരിയേട്ടാ ഇത്? നമുക്കിടയിലെ കരാർ അവസാനിച്ചതല്ലേ? ഹരി അവളുടെ കൈകളിൽ പിടിച്ചു. ആ പഴയ കരാർ പേപ്പർ ഞാൻ എന്നേ കീറിക്കളഞ്ഞു വേണി. ഇത് ഹരിനാരായണൻ എന്ന മനുഷ്യൻ്റെ അപേക്ഷയാണ്. നീ ഇല്ലാതെ എനിക്കും സിദ്ധുവിനും ജീവിക്കാൻ കഴിയില്ല. സിദ്ധുവിന് കടുത്ത പനി ബാധിച്ചെന്ന വാർത്ത അറിഞ്ഞാണ് കൃഷ്ണവേണി ഓടി ബംഗ്ലാവിലെത്തിയത്. അമ്മേ എന്ന് വിളിച്ച് കരയുന്ന സിദ്ധുവിനെ കണ്ടപ്പോൾ അവളുടെ എല്ലാ പിണക്കവും അലിഞ്ഞുപോയി. ഹരിയുടെ കണ്ണുകളിൽ കണ്ട ആത്മാർത്ഥത അവൾ തിരിച്ചറിഞ്ഞു. അയാൾ രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് സിദ്ധുവിനെ നോക്കുന്നതും അവളുടെ ഓരോ ഇഷ്ടങ്ങളും അറിഞ്ഞു പ്രവർത്തിക്കുന്നതും കൃഷ്ണവേണിയെ മാറ്റി ചിന്തിപ്പിച്ചു. പ്രണയം വെറും വാക്കുകളിലല്ല, പ്രവൃത്തിയിലാണെന്ന് അയാൾ തെളിയിച്ചു. എല്ലാം ശുഭകരമായി വരുമ്പോഴാണ് ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയ വിക്രം തൻ്റെ അവസാനത്തെ അടവ് പുറത്തെടുക്കുന്നത്. ഹരിയെ തകർക്കാൻ അയാൾ ഹരിയുടെ ബിസിനസ് തന്ത്രങ്ങൾ ചോർത്തിയെടുക്കുന്നു. ഹരിയുടെ സർവസ്വവും നഷ്ടപ്പെടുമെന്ന അവസ്ഥ വരുന്നു. എനിക്ക് ഈ പണമൊന്നും വേണ്ട വേണി, നിങ്ങളെ കിട്ടിയാൽ മതി എന്ന് ഹരി പറയുമ്പോൾ കൃഷ്ണവേണി ചിരിച്ചു. നമുക്കൊന്നും നഷ്ടപ്പെടില്ല ഹരിയേട്ടാ. അവൾ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് വിക്രമിനെതിരെ മറ്റൊരു കെണിയൊരുക്കുന്നു. ഹരിയുടെ കമ്പനിയിലെ സാങ്കേതിക വിവരങ്ങൾ വിക്രം ചോർത്തിയത് കൃഷ്ണവേണി തൻ്റെ അധ്യാപിക എന്ന നിലയിലുള്ള നിരീക്ഷണ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തി. വിക്രം വിശ്വസിച്ചിരുന്ന ഒരു IT ജീവനക്കാരൻ സത്യത്തിൽ കൃഷ്ണവേണിയുടെ പഴയ വിദ്യാർത്ഥിയായിരുന്നു. അവനെ സ്വാധീനിച്ച് വിക്രമിന് നൽകിയ ഡേറ്റകളെല്ലാം വ്യാജമാണെന്ന് അവൾ ഉറപ്പുവരുത്തി. വിക്രം വലിയൊരു നിക്ഷേപം ആ തെറ്റായ ഡേറ്റയിൽ നടത്തിയതോടെ അയാൾ സ്വയം ചതിക്കുഴിയിൽ വീണു. താൻ കബളിപ്പിക്കപ്പെട്ടുവെന്ന് അറിഞ്ഞ വിക്രം ഹരിയുടെ ഓഫീസിലേക്ക് ആയുധങ്ങളുമായി പാഞ്ഞെത്തി. പക്ഷേ അവിടെ അവനെ കാത്തിരുന്നത് പോലീസും ഹരിയുമായിരുന്നു. നീ തോറ്റത് എന്നോടല്ല വിക്രം, എൻ്റെ ഭാര്യയുടെ ബുദ്ധിയോടാണ്, ഹരി ഗർവോടെ പറഞ്ഞു. വിക്രം എന്നേക്കുമായി അഴികൾക്കുള്ളിലായി. ഹരിയുടെ ബിസിനസ് സാമ്രാജ്യം മുമ്പത്തേക്കാൾ ശക്തമായി തിരിച്ചു വന്നു. എല്ലാം ശാന്തമായൊരു വൈകുന്നേരം ഹരി കൃഷ്ണവേണിയെ ആ പഴയ കടൽ തീരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് അയാൾ മുട്ടുകുത്തി നിന്ന് ഒരു മോതിരം നീട്ടി. കൃഷ്ണവേണി, അന്ന് നമ്മൾ ഒപ്പിട്ടത് ഒരു കരാറിലായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നത് എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് കൂട്ടു നിൽക്കുമോ എന്നാണ്. പണത്തിന് വേണ്ടിയല്ല, പ്രണയത്തിനു വേണ്ടി. കൃഷ്ണവേണിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ആ മോതിരം സ്വീകരിച്ചു. അവർക്കിടയിൽ ഇനി രഹസ്യങ്ങളോ കരാറുകളോ ഇല്ലായിരുന്നു. ബംഗ്ലാവിൽ വീണ്ടും കല്യാണമേളങ്ങൾ ഉയർന്നു. ഇത്തവണ നിർബന്ധത്തിന് വഴങ്ങിയല്ല, മറിച്ച് എല്ലാവരുടെയും ആഗ്രഹപ്രകാരം. സിദ്ധു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. അവൻ തൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണവേണി ടീച്ചറെ ഇനി അമ്മ എന്ന് വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഹരിയുടെ കുടുംബാംഗങ്ങൾ പോലും അവളുടെ സ്നേഹത്തിന് മുന്നിൽ തലകുനിച്ചു. അഗ്നിസാക്ഷിയായി ഹരി കൃഷ്ണവേണിയുടെ കഴുത്തിൽ താലി ചാർത്തി. തണുപ്പും അവഗണനയും നിറഞ്ഞ ആദ്യ രാത്രിക്ക് പകരം പ്രണയത്തിൻ്റെ ചൂടും പരസ്പര വിശ്വാസവും നിറഞ്ഞ ഒരു പുലരി അവിടെ വിരിഞ്ഞു. ഹരി അവളുടെ കാതുകളിൽ മെല്ലെ മന്ത്രിച്ചു. നീ വെറുമൊരു കരാർ ഭാര്യയല്ല വേണി, നീ എൻ്റെ ജീവൻ്റെ പാതിയാണ്. ജനാലയ്ക്കപ്പുറം ചന്ദ്രൻ അവരെ നോക്കി പുഞ്ചിരിച്ചു. തകർന്നുപോയ ഒരു കുടുംബത്തെ പ്രണയം കൊണ്ട് തുന്നിച്ചേർത്ത കൃഷ്ണവേണി ഹരിയുടെ ജീവിതത്തിലെ അണയാത്ത വെളിച്ചമായി മാറി. ശുഭം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.